ബാഡ്മിന്റൺ കളിക്കാറുണ്ടോ? ബാഡ്മിന്റണിലെ സ്റ്റെപ്പ് അങ്ങനെ വെക്കുന്നത് അറിയാം. സെന്റർ കീപ്പ് ചെയ്യാം, കാല് യൂസ് ചെയ്യാം, 1 2 പിക്ക് ചെയ്യാം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ ഇന്നലെ രാത്രി വന്ന എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതായത് ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ടാസ്ക് ആ ഒരു ടീം ടാസ്ക് കളിച്ചതിന് ശേഷം സ്റ്റേജിലേക്ക് വന്നിട്ട് അഖിൽ മാരാർ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അഖിൽ ഈ ടാസ്കിനെ പറ്റി പറയുന്ന സമയത്ത് ബാഡ്മിൻ്റൻ്റെ റെഫറൻസ് എടുക്കുക. അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് മനസ്സിൽ തോന്നിയിട്ടുള്ള ചെറിയൊരു ട്രോളാണ്. അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അഖിലിൻ്റെ കളിയൊക്കെ കാര്യങ്ങളും അല്ല. കാരണം വെച്ചാൽ അവിടെ ഇന്നലെ ഉണ്ടായിട്ടുള്ള ജഡ്ജസിൽ വെച്ചിട്ട് കുറച്ച് റിയാലിറ്റിയിൽ നിൽക്കുന്നത്, റിയലായിട്ട് ഒരു 10-ന് 10 എക്സ്പ്രഷൻ ഇട്ടിട്ട് ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചളാക്കാതെ ഓവർ ഡ്രാമയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്നൊരു ജഡ്ജായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അഖിൽ മാരാറാണ്. വിയോജിപ്പുകൾ പലതുണ്ട്, പക്ഷെ നല്ലുള്ളത് പറയണമല്ലോ. അപ്പോൾ ആ ഒരു സീന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നിപ്പോയി. കാരണം വെച്ചാൽ ഇലക്ഷൻ സമയത്ത് ഏതൊരു ബാഡ്മിൻ്റൺ അക്കാഡമി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴാണ് അഖിലിൻ്റെ ഈ ഒരു ക്ലിപ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ചിലപ്പോൾ ഒരു പക്ഷേ അഖിൽ കളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ട്രോളായിട്ട് വന്നിട്ടുള്ളത് ആ അടിച്ചിട്ട് കിട്ടാത്തത്. കാരണം പെട്ടെന്ന് ചെന്ന് കളിക്കുന്ന സമയത്ത് ഒരു വിഷയം ആർക്കും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു സീന് നമ്മൾ കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് റെഫറൻസ് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. നമ്മൾ ഒരു ദിവസത്തെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്തു റിവ്യൂ ചെയ്യാൻ. ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പിസോഡിൽ. വളരെ ബോർ എപ്പിസോഡായിരുന്നു, എക്സെപ്റ്റ് ഫോർ വൺ തിങ്. പക്ഷെ ആ ഒരു ദിവസത്തെ എപ്പിസോഡ് ഞാൻ റിവ്യൂ ചെയ്യാൻ സ്കിപ്പ് ചെയ്തല്ലോ. പക്ഷെ അത് ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലും കൂടി പറയേണ്ട കാര്യമുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം വളരെ നന്നായിട്ട് ടാസ്ക് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. വൈശാഖ് വടശ്ശേരി, പറയാതിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ ദിവസത്തെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് അതിലൊരു കയറിൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിപരമായിട്ട് എനിക്ക് വൈശാഖിൻ്റെ അപ്പിയറൻസും വൈശാഖിൻ്റെ ഡെഡിക്കേഷൻ നമ്മളിതിൽ കാണും. നമ്മൾ അത്ര അധികമൊന്നും കൂടുതലായിട്ട് കണ്ടസ്റ്റൻസ് ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ കൂടി ഇതിൽ കണ്ടത് പ്രകാരം ഒരുപാട് കണ്ടസ്റ്റൻസ് വന്ന് നല്ല രീതിയിൽ 100% ഡെഡിക്കേഷൻ എടുത്തിട്ട് ബുദ്ധി ഉപയോഗിച്ച് ടാസ്ക് കളിക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു വൈശാഖ് ഒരു പടി മുന്നിലാണ് മറ്റുള്ളവരില്ല എന്നല്ല, പക്ഷെ അതിൽ മുൻനിരയിൽ വെക്കാൻ പറ്റിയിട്ടുള്ള വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇന്നലെയും വൈശാഖ് ടാസ്ക് ചെയ്തു. ഇന്നലെ ചെയ്തിട്ടുള്ള ടാസ്ക് ഭയങ്കര ഗംഭീര ടാസ്ക് അല്ല, പക്ഷെ എന്നാലും ആ ചെയ്യുന്നത് ബുദ്ധി ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ചെയ്തു. ജഡ്ജസും അതേ വളരെ നന്നായിട്ട് വൈശാഖിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. കാരണം ആ കയർ ടാസ്ക് വൈശാഖ് ചെയ്ത് എനിക്കന്ന് പറയാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകാം. ആദ്യം തന്നെ നഴ്സറി ടീച്ചർ ഒന്ന് കാണാട്ടോ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇപ്രാവശ്യം ഞാൻ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്ന് റെനീഷ ഷൂട്ട് ചെയ്ത് പോയതുകൊണ്ട് മറ്റേ ചെയ്ത പാപങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഷൂട്ട് ചെയ്ത് പോയ എപ്പിസോഡ് തിരുത്താൻ പറ്റില്ലല്ലോ. യജാതി വെറുപ്പിക്കലാണ് അറിയോ. ഒരു സീരിയസ്ലി യു ആർ ടോക്കിംഗ് ടു അഗ്നി പരീക്ഷ കണ്ടസ്റ്റൻസ്, നോട്ട് ടു LKG. ഞാൻ പറഞ്ഞില്ല LKG പരീക്ഷ അല്ല അത്. ഇതൊരിക്കലും ഒരു LKG UKG പരീക്ഷയല്ല. ഇതൊരു അഗ്നി പരീക്ഷ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ജഡ്ജസൊക്കെ ഓക്കെ ആയിരുന്നു, നല്ല വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറിയ എക്സ്പ്രഷൻ അത് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും ഈ റെനീഷയുടെ ഭാഗത്തുനിന്ന് എന്തിനാ ഈ എന്തിനാ കൊഞ്ചിക്കുന്നത്? കാണണ്ടേ, ഓടണ്ടേ, ചാടണ്ടേ? ഇതെന്തിനാ ഇതിൻ്റെ ആവശ്യം? എന്താ മര്യാദയ്ക്ക് ഓക്കെ യു ക്യാൻ ലൈക്ക് ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ടി വരും, പക്ഷെ ഇങ്ങനെ പറയണ്ട. എനിക്കെന്തോ ഭയങ്കര ഇങ്ങനെ പറയണ്ടെന്നല്ല, എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഒരു ഭൂലോക ക്രിഞ്ച് ഫീൽ ചെയ്യുക. ചെറിയ കുട്ടികളെ കളിപ്പിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇന്നലെ എല്ലാ പ്രാവശ്യത്തെയും പോലെ വീണ്ടും ടീമായിട്ട് തിരിച്ചു. മുഖം മൂടിയൊക്കെ ധരിച്ച് കുറേ ആൾക്കാർ മറ്റേ ഓരോ ജഡ്ജസിൻ്റെയും മുഖം മൂടി വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ ജഡ്ജസിൻ്റെ ഫേസുള്ള മുഖം മൂടി ഓരോരുത്തരും ധരിക്കുക. അത് കഴിഞ്ഞിട്ട് അവരവിടെ സീറ്റിൽ പോയിരിക്കുന്നു. സീറ്റിൽ പോയിട്ട് ടീമായിട്ട് തരം തിരിച്ചതിന് ശേഷം ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ മുഖം മൂടി വലിച്ച് കീറൽ എന്നിട്ടാണ് പേര് തോന്നുന്നുണ്ട്. എന്തായാലും അത് അത്ര ഒരു പിന്നെ ചില കാര്യങ്ങളൊന്നും അത്ര റെലവൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾ എത്ര പേര് ഈ ഒരു ഷോ കണ്ടിട്ട് വന്ന് കാണാതിരിക്കുന്നു, എത്ര പേര് കാണാതെ മീൻസ് ഇന്ന് രാത്രിത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് റിവ്യൂ കാണുമെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങോട്ട് ഞാൻ അഭിപ്രായം ചോദിച്ചിരുന്നു, കമൻറ്റ് ചെയ്യാൻ. പക്ഷേ ആരും കമൻറ്റ് ചെയ്ത് കണ്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ അപ്പ് ആവുക. അതായത് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. ഈ തുറന്ന് സംസാരിക്കാൻ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള ചാൻസാണ്. അപ്പോൾ ആൾക്കാരെ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. മുത്തശ്ശി ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചാണ് ഈ ഒരു കണ്ടസ്റ്റിന് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പേര് ഞാൻ ഒരു പ്രത്യേക പേരാണ്, ലൊലീറ്റ, ഐ തിങ്ക് ഡെലീറ്റ എന്നൊരു പേര് കേട്ടോ. അപ്പോൾ ഇതിന് ഫസ്റ്റ് കിട്ടിയത് മുത്തശ്ശി ഇതൊക്കെ സാധാരണ പോലെയായിരുന്നു. ഇത് അത്ര വലിയ, പക്ഷെ ഇതിന് ഞാൻ എന്തുകൊണ്ട് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ
ഷാമോൻ സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഷാമോൻ മാത്രമല്ല, മറ്റേ വേറൊരു പയ്യനോട് പേരുകൾ എനിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കുട്ടി വന്നു, ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. രണ്ടാമത് വന്നത് നമ്മുടെ റിയാസിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ശ്യാം. യെസ്, ശ്യാമാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. സ്ക്രീനിൽ കാണുന്നത് ശ്യാമാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. ശ്യാമിന് കിട്ടിയ ഇത് പറഞ്ഞാൽ കളിയാക്കൽ, ബുള്ളിങ്. അപ്പോൾ ഇത് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം വെച്ചാൽ അവിടെ ആ കണ്ടസ്റ്റൻസിന് വന്ന് പെർഫോം ഇന്നലെ ഇയാൾ ചങ്ങനെ റിയാസിൻ്റെ കണ്ടിരുന്നു, പെർഫോമൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കറക്റ്റാണല്ലേ, പെർഫോമൻസ്, പിന്നെ പേഴ്സണാലിറ്റി, പേഴ്സണലി, പേഴ്സൺ, ഈ സാധനം റിയാസ് പ്രാവശ്യം കൊട്ടയിൽ കുറച്ച് വേർഡ്സ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെയാണ് പേഴ്സണാലിറ്റി, പെർഫോമൻസ്, പേഴ്സണലി. ഇതൊന്നും ഇങ്ങനെയല്ല, കൈ ഇങ്ങനെ പോട്ടെ. ഞാനത് ഇനി അത് പറഞ്ഞ് ബുള്ളിങ് ഞാൻ അവിടെ എഴുതി കാട്ടിയിട്ട് അവനെ കളിയാക്കണ്ടല്ലോ. പക്ഷെ എന്നാലും എന്താ പറഞ്ഞത്, അപ്പോൾ റിയാസിൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് എന്തോ പറഞ്ഞു, മിസ്സായിപ്പോയി. അപ്പോൾ ബുള്ളിങ്ങിനെ കുറിച്ചാണ്. ഈ ബുള്ളിങ്ങിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ ഇരുന്ന് ബുള്ളി ചെയ്യല്ലേ, പോട്ടെ സാറില്ല, മ്ലേച്ഛകരം. അപ്പോൾ ശ്യാമിൻ്റെ ഇതാണ്. സത്യം പറഞ്ഞാൽ വിഷമം തോന്നിപ്പോയി. കാരണം വെച്ചാൽ കുറച്ചൊരു ഫെമിനിൻ ടച്ചുള്ള ഈ റിയാസിനും അതെ ഫെമിനിൻ ടച്ച് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് റിയാസിനെ നമ്മൾ ഈ ഇതാക്കുന്നത് വെച്ചാൽ എനിക്ക് അവൻ്റെ ആറ്റിറ്റ്യൂഡും അവൻ്റെ ആരോഗൻസും അതൊക്കെ പാടെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റിയാസിനെ ആ ഒരു വിഷയത്തിൽ ആ രീതിയിൽ കളിയാക്കിയിരുന്നത്. ഇത് ഈ ശ്യാമിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. നമുക്ക് നോക്കൂ, പല ആൾക്കാർക്കും ജീവിതത്തിൽ പല കുറവുകളും ഉണ്ട്, പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ കുറവുകളെ ഒരുപാട് പേര് കളിയാക്കുന്ന സിറ്റുവേഷൻസ് പല ആൾക്കാർക്കും പല ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും. ഇതിലിപ്പോൾ ഈ ശ്യാം പറഞ്ഞതെന്ന് വെച്ചാൽ ശ്യാമിന് കുറച്ച് ഫെമിനിൻ ടച്ച് ഉണ്ട്. അപ്പോൾ ആ ഫെമിനിൻ ഇത് വെച്ചിട്ട് ശ്യാമിന് ഒരുപാട് പേര് ബുള്ളി ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എല്ലാ സീസണിലും കാണുന്ന പോലെ ശ്യാമിന് പറയാനുള്ള ഒരു ചാൻസ് കിട്ടി. ഒരു നല്ലൊരു ഹാർട്ട് ടച്ചിങ് കിഡ്നി ടച്ചിങ് കളിയൊക്കെ അല്ല, പക്ഷെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള മൊമെൻ്റ് അവൻ അത്രയും അനുഭവിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ഷാമോൻ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഷാമോൻ എനിക്ക് എന്തോ പേഴ്സണലി കണ്ടസ്റ്റൻസിൽ വെച്ചിട്ട് കുറച്ച് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് ജെന്വിനായിട്ട്, പ്രത്യേകിച്ച് ആംബുലൻസ് ഡ്രൈവറാണ് ഷാമോൻ ഒരു ജീവൻ രക്ഷിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ പറയാം. കാരണം ടാസ്കിലും ഷാമോൻ അതുപോലത്തെ ഒരു ടാസ്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. അടുത്തത് നമ്മുടെ റിയാസ് ഫസ്റ്റ് വിളിച്ചിട്ടുള്ള ബ്യൂട്ടി ക്വീൻ. അതായത് ഫസ്റ്റ് തന്നെ ഈ കുട്ടിയെ, ഈ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഈ ബിഗ് ബോസിലേക്ക് റിയാസ് ക്ഷണിച്ച സമയത്ത് റിയാസ് പറഞ്ഞത് ബ്രൗൺ ആ ഒരു നിറത്തിനെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാൻ ബി ടേക്കൺ ഈദർ വേയ്സ്. നമുക്ക് വേണമെങ്കിൽ പറയാം എന്തിനാണ് റിയാസ് അങ്ങനെ പറഞ്ഞത്, ബ്രൗണിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഈ ഇത്രയും കാലം ആ ഒരു കുട്ടി അതിൻ്റെ പേരിൽ അത്രയധികം ബുള്ളിങ് സഹിച്ച് നിൽക്കുന്ന ആ കുട്ടിയെ അതിൻ്റെ പേരിൽ തന്നെ അഡ്രസ്സ് ചെയ്ത് വിളിച്ചിട്ട് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തി ആ ഒരു അച്ചീവ്മെൻറ്റിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം റിയാസ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേർ റിയാസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് കണ്ടു. റിയാസ് അത് പിന്നെ വളരെ മോശമായി, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഐ ഡോണ്ട് ഫീൽ ദിസ് വേ. എനിക്ക് അവനോട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്ര മാത്രമേ ഉള്ളൂ. റിയാസ് അത് ആ ഒരു സ്ക്രിപ്റ്റാണ്, റിയാസിൻ്റെ അല്ല, ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗത്രയുള്ളൂ. ആ ഒരു കുട്ടിയുടെ അനുഭവം, കാരണം അത് തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. സൗന്ദര്യം, ബ്യൂട്ടി, വളരെയധികം ബുള്ളിങ്, വളരെയധികം ബോഡി ഷെയ്മിങ്, കളറിൻ്റെ പേരിലും അപ്പിയറൻസിൻ്റെ പേരിലും കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. വലിയൊരു ബ്യൂട്ടി ഷോൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഇതിൻ്റെ പേര് എന്തായിരുന്നു, ഷീ എന്തോ ഒരു പേരായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇത് കാണിക്കുന്നത് ഷാമോൻ്റെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതാണ് റോഡിലൂടെ പോകുന്ന സമയത്ത് ആംബുലൻസ് വരുന്നത്. 15 വർഷം ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ ഈ ആംബുലൻസിന് ഡെഡിക്കേറ്റഡ് ലൈൻ ഉണ്ട്. പിന്നെ അതിനെ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട് അവിടെ എല്ലാവരും. ബിക്കോസ് അതിനുള്ളിൽ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു ജീവൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും, ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഞാൻ പേഴ്സണലി എനിക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് എവിടെന്നെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഫ്രം വേർ ഇറ്റ് ഇസ്, ഞാൻ മാക്സിമം സൈഡിലേക്ക് ഒതുക്കുന്ന വെച്ചാൽ അത്ര ഒഴിഞ്ഞു ഓടിപ്പോകലാണ്. അതപ്പോൾ എനിക്കെന്താ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈ ശബ്ദം നമ്മൾ കേൾക്കണേ എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ പാട്ടൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശബ്ദം കേട്ടോളുന്നില്ല. അപ്പോൾ ഈ ഒരു ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ ഇന്നലെയും വരുന്ന സമയത്ത് ഒരുപാട് അത് ഞാൻ ബേസിക്കലി ഈ സാധനം പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കും. എൻ്റെ മോള് പറയും, അച്ഛൻ പ്രാർത്ഥിക്കും, ചെറിയ കുട്ടിയുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കും. കാരണം ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം എന്നാണ് ആ കുട്ടിയുടെ, എൻ്റെ മോള് ചെറിയ കുട്ടിയാകുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കും. അത് നിർബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കും. കാരണം വെച്ചാൽ അതിനുള്ളിൽ ജീവൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഷാമോ എന്ന് പറയുമ്പോൾ ഹി റിയലി ഡിസേർവ്സ് റെസ്പെക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അവൻ പറഞ്ഞത്. ഇവന് കിട്ടിയത് ടൈമായിരുന്നു. ഷാമോന് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക് സംസാരിക്കാൻ ടൈമായിരുന്നു. അത് ഓരോരുത്തർക്ക് അതിനനുസരിച്ച് കൊടുക്കണം. അപ്പോൾ ജീവൻ്റെ വില ഈസ് ഈക്വൽ ടു സമയം.
ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ആ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, അതൊരു എക്സ്പീരിയൻസ് അവൻ ഷെയർ ചെയ്യുന്ന കാര്യമുണ്ട്. കാരണം വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് ഇടുക്കി പോലൊരു സ്ഥലത്ത് പോകുന്ന സിറ്റുവേഷനിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് വളരെ അധികം നല്ല രീതിയിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോയത്. ഇത് കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ മാരാരെ ഇവിടെ കാണിക്കാൻ കാരണം വെച്ചാൽ മാരാർ ഇതിനൊരു കൗണ്ടർ ചെയ്തു. ഡിഡ് നോട്ട് അഗ്രി വിത്ത് ഹിം. ഇവൻ പറഞ്ഞ മാരാരുടെ സജഷൻ ഉണ്ട്, വേറെ എന്തെങ്കിലും കൂടിയൊക്കെ പറയാമായിരുന്നു, സമയത്തിൻ്റെ വിലയെ മനസ്സിലാക്കി കൊടുക്കാൻ. ഇതിലേറെ നന്നായിട്ട് സമയത്തിൻ്റെ വില ഒരു മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമോ? ഷാമോൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു സമയത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് സമയത്തിൻ്റെ വില വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു ആംബുലൻസ് ഡ്രൈവറാണ്, ജീവനേക്കാളും ഒരാളുടെ ജീവൻ്റെ വിലയാണ് സമയത്തിൻ്റെ വില. അപ്പോൾ അതിന് ഈ ചങ്ങായി ആ മാരാർ കയറിയിട്ട് കുറച്ചും കൂടിയൊക്കെ പറയാമായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും അവിടെ മാരാർ തന്നെ മുഴുകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. കാരണം വെച്ചാൽ മാരാർ അവിടെ ആവശ്യമില്ലാത്തൊരു സംസാരമായിരുന്നു. അടുത്തത് നമ്മുടെ ജെറ്റി എന്നൊക്കെയാണ് ഇതിനെ, എനിക്കൊന്ന് റെനീഷത്തിനെ ജെറ്റി എന്ന് വിളിക്കുന്നത്. ജെറ്റി പി തോമസ് വന്നു. ജെറ്റി നേഴ്സാണ്. ഡെഫിനറ്റ്ലി അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊരു റെപ്രസെൻറ്റേഷൻ പോലെ സംസാരിക്കാൻ ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഐ തോട്ട് ഈ മാരാരുടെ ഈ ഒരു മുഖം പോലെ തന്നെ ഐ തോട്ട് ലൈക്ക് അത്ര നന്നായിട്ട് അവളെ ഈ ജെറ്റിയുടെ സംസാരം എനിക്ക് എന്തോ അത്ര അങ്ങോട്ട് ഇതായില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഒരു നേഴ്സ് ഷീ കുഡ് സേ ലോട്ട് ഓഫ് തിങ്സ്. നേഴ്സസിനെ പറ്റിയിട്ട് നേഴ്സിനെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ചെറുതാക്കിയിട്ട് ഈ ഒരു കാര്യം ഒരു കരച്ചിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇതിലേക്ക് മാത്രം ഒതുക്കി. അതായത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് പനി വന്ന് കിടക്കുന്ന സമയത്ത് അമ്മേനെ ശ്രദ്ധിക്കാണ്ട് എനിക്ക് വലിയൊരു സെൻറ്റൻസ് തന്നെയാണ്. കാരണം വെച്ചാൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പോലും ശ്രദ്ധിക്കാതെ ഡ്യൂട്ടിക്ക് പോകേണ്ട ഒരവസ്ഥ. പക്ഷെ ഒന്നും കൂടി നല്ല രീതിയിൽ പറയാമായിരുന്നു വേണമെങ്കിൽ കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എന്നോട് ചെയ്യരുത്. അപ്പോൾ എന്നാലും അങ്ങനെ ഒരു സംസാരിച്ചു ജെറ്റി. അതാണ് അഖിൽമാരുടെ ആ ഒരു എക്സ്പ്രഷൻ ഞാൻ കാണിച്ചിട്ടുള്ളത്. അത്ര ഒരു ഇതായി തോന്നിയില്ല. നെക്സ്റ്റ് നമ്മുടെ മച്ചാൻ. യെസ്, അത് രഞ്ജിനിയെ കാണിക്കാൻ കാരണം വെച്ചാൽ രഞ്ജിനിയുടെ മച്ചാൻ. രഞ്ജിനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് രഞ്ജിനി ഈ രാജേഷ് വരുന്ന സമയത്ത് രഞ്ജിനി എവിടുന്നില്ലാതെ ഒരു 100-110 വോൾട്ട് എക്സ്ട്രാ കൊണ്ടുവരാറുണ്ട്. രാജേഷ് സംസാരിക്കാൻ അടിപൊളി ടോപ്പിക്കായിരുന്നു. കുടുംബം. അടിപൊളി ഹ്യൂമർ സെൻസ് ഉള്ള വ്യക്തിയാണ്. ആൾക്കാരെ ചിരിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് രാജേഷ്. അടിപൊളി. എനിക്ക് സീരിയസ്ലി ഞാൻ ഈ പറയുന്ന ആൾക്കാരൊക്കെ അതിൽ എത്തിക്കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ രാജേഷ് എല്ലാവർക്കും എത്താൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഞാൻ നെഗറ്റീവ് കണ്ടാൽ നെഗറ്റീവ് ഡെഫിനറ്റ്ലി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയത്ത് രാജേഷിന് ഈ ഒരു ഹ്യൂമർ സെൻസ് കിട്ടിയിട്ടുള്ളത് എന്ത് ഒരു സെറ്റപ്പ് എന്തൊരു അവസ്ഥയെന്നാണ് ഇയാൾക്ക് ഇത്രയധികം ഹ്യൂമർ സെൻസ് കിട്ടിയെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ബിക്കോസ് ദ വേ ഹി ടോക്ട് അബൌട്ട് ഹിസ് ഫാമിലി അടിപൊളിയാവും. ആളും ഭയങ്കര എൻ്റർടൈനർ, അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഇവൻ സ്റ്റേജിലേക്ക് വരിക എന്നുള്ള സമയത്ത് തന്നെ നമുക്കൊക്കെ ഭയങ്കര ഒരു തമാശ എന്തെങ്കിലും സാധനം മച്ചാൻ്റെ കയ്യിലുണ്ടായിരിക്കും. അവനൊരു ജോളി ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുടെ ഇൻട്രൊഡക്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ടാസ്ക് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതുണ്ടല്ലോ, ഇതിപ്പോൾ ഒരു ടീമിൻ്റെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. 12 മിനിറ്റായി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. ഈ 2 ഇതിൽ കുപ്പികൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ആൾക്കാരാണ്. ഇപ്പോൾ 2 കുപ്പികളുണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഒരാൾക്കാർ ഡിഫൻസും ഒരാൾക്കാർ അറ്റാക്കും. അതായത് ഇതിൽ സ്ക്രീൻ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാൻ ഈ റെനീഷനത്തിനെ കാണുന്നുണ്ടല്ലോ അവനെ, ഒരു മിനിറ്റ്. അതായത് ഈ ഒരു ടീം യെല്ലോ ബോട്ടിലാണെങ്കിൽ ആ ബോട്ടിൽ കംപ്ലീറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സ്ക്വയർ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സ്ക്വയറിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ എതിർ ടീം അപ്പുറത്തുനിന്ന് ബോൾ എടുത്തിട്ട് കൊണ്ടുവന്ന് വെക്കുക. എറിഞ്ഞിട്ട് ഈ ഒരു ബോട്ടിൽസ് എറിഞ്ഞ് താഴെ ഇടാൻ നോക്കുക. ഓരോ ടീമിലും പെൻഡൻ്റ് ഉള്ള വ്യക്തിക്ക് 10 സെക്കൻഡ് എക്സ്ട്രാ കിട്ടും. ഈ ഒരു ടാസ്ക് അടിപൊളിയായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ടാസ്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതാണ് ഇവൻ വൈശാഖ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. വൈശാഖ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. കണ്ടോ, ഇവൻ നല്ല സൂപ്പറായിട്ട് ഇവൻ ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്തു. പിന്നെ അതെന്നുവെച്ചാൽ ഇപ്പോൾ ഈ ആ ബോൾ തടയുന്ന ഒരു എറിയുന്ന ബോൾ തടയുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല സ്ട്രാറ്റജിക്കലി ഒരു ടാസ്കറാണ് മൂപ്പര്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് അടിപൊളിയായിരുന്നു ടാസ്കിൽ വൈശാഖ് കേട്ടോ. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ നേരെ എലിമിനേഷൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവൻ ഈ അഭിരാം ഈ നിലപാടുകളുടെ കേസിൽ ഞാൻ വായിച്ചതാണ്. അഭിരാം മറ്റേ 2 ജെൻഡർ സ്ക്വാഡിൻ്റെ ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിയാസിന് ചെറിയൊരു സാധനം അവനോട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉണ്ടാവാതിരിക്കില്ല സ്വാഭാവികമായിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ശ്രീകുമാറിൻ്റെയൊക്കെ ഒരു ഓർമ്മ ഇവനെ കാണുന്ന സമയത്ത് എനിക്ക് അഭിഷേക് ശ്രീകുമാറിനെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കാരണം അവന് ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവൻ പ്രോപ്പറായി ടാസ്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ടാസ്ക് അങ്ങനെ കഴിഞ്ഞു. ഏതൊരു ടാസ്ക് ഒന്നും അത്ര ഇതായിരുന്നില്ല, കുഴപ്പമില്ലായിരുന്നു. ടാസ്ക് കഴിഞ്ഞു. ഔട്ട് ഹൗസിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോണി അസീം അങ്ങനെ കുറച്ച് ആൾക്കാർ. ഇനി നമ്മൾ ഔട്ട് ഹൗസുകാരൊക്കെ പോട്ടെ. ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയത് വൈശാഖ് വടശ്ശേരി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ടാസ്കിൻ്റെ ബേസിസിൽ നന്നായി പെർഫോം ചെയ്തുകൊണ്ട് വൈശാഖിനാണ് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞു. ഇനി
ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടീം പോട്ടെ. ടീം ഇതാ ഈ പയ്യണ്ടല്ലോ എൽദോസ് ഈ ഒരു ഷോ അല്ല, ആ ഒരു ഗെയിമിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയി. അതൊരു ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നല്ലോ കേട്ടോ. ഇതായിരുന്നു മാച്ച്. ഇവിടെ അങ്ങനെ കിടക്കുക എറിയുക എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ വൈകുന്നേരം രാത്രി കണ്ടോളുണ്ട്. അപ്പോൾ ഔട്ട് ഹൗസിലേക്ക് പോയിട്ട് എൽദോസ് ഔട്ട് ഹൗസിലേക്ക് പോയി. ഷിജുലാൽ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഔട്ട് ഹൗസിലേക്ക് പോയി. ഷിബിന സേവ് ആയിട്ടുള്ള ആൾക്കാർ ഇൻഫിനിറ്റി പെൻഡൻറ്റ് വൈശാഖിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഷിബിന എന്നുണ്ട് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പോട്ടെ. ഇനി നമ്മൾ എലിമിനേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് എലിമിനേറ്റഡായി. സേവ്ഡാണ്, അഭിരാം സേവ്ഡാണ്. ഈ കുട്ടി എലിമിനേറ്റഡ് ആണ്. ഇതിൽ ആരൊക്കെ സേവ്ഡാണ് പോട്ടെ. ആരൊക്കെ ഇവൻ എലിമിനേറ്റഡ് ആയോ? ഇല്ല, അവൻ എന്തൊക്കെയായി. ഈ രണ്ടെണ്ണത്തിൽ നമ്മുടെ ജെറ്റിയാണ് ഇപ്രാവശ്യം ലാസ്റ്റ് എലിമിനേറ്റഡ്. സോറി കേട്ടോ, ഞാൻ ഈ എലിമിനേഷൻ്റെ ലിസ്റ്റ് ഓൾറെഡി എടുത്ത് വെക്കണമായിരുന്നു. കാരണം വെച്ചാൽ ഞാനൊക്കെ പറയാമല്ലോ, രാത്രി എപ്പിസോഡ് കാണുന്നില്ല, പുലർച്ചെ എണീറ്റിട്ടാണ് ഇപ്പോൾ എപ്പിസോഡ് കാണുന്നത്. രാവിലെ എണീറ്റിട്ട് എപ്പിസോഡ് കണ്ടിട്ട് ജസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ റിവ്യൂ ചെയ്ത് എഡിറ്റർക്ക് കൊടുത്ത് നേരെ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ടാസ്ക്. അവസാനം നമ്മൾ റനീഷയിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ഇന്നത്തെ വിഷയം എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്ര തന്നെ ഉള്ളൂ. ഭയങ്കര ഒരു ഹെവി എപ്പിസോഡല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം റിവ്യൂ ചെയ്ത് അത്രയും സ്പീഡിൽ പറ്റിയില്ല, കാരണം സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട്. ഇത്ര തന്നെ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. റനീഷ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്ന്, ദയവ് ചെയ്ത് വീണ്ടും തുടക്കത്തിലും ഒടുക്കത്തിലും ഞാൻ പറയുന്നു, LKG പരീക്ഷയല്ല ഇത്, അഗ്നി പരീക്ഷ എന്നിട്ട് കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് നടത്തുന്ന പരിപാടിയാണ്. അവരെ കൊഞ്ചിക്കേണ്ടിയും ലാളിക്കേണ്ടിയും ആവശ്യമില്ല റനീഷയ്ക്ക്. ഐ ഡോണ്ട് നോ റനീഷ അങ്ങനെയാണോ, ഇനി റനീഷയ്ക്ക് കൊടുത്ത സ്ക്രിപ്റ്റ് അങ്ങനെയാണെന്ന് അറിയില്ല. കൂന്നിട്ട് വിളിക്കണ്ടേ അത് ഭയങ്കരമായിട്ടൊരു കുട്ടികളെ കളിപ്പിക്കുന്നവരെ ആരെ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ ഇവൻ്റെ പോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.